അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂട്ടി ഇറാന്റെ കരുത്തുറ്റ നീക്കം ലോകശക്തിയെ മുട്ടുകുത്തിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഈ യുദ്ധം വീണ്ടും അതിശക്തമാകുന്നു. ഇറാന്റെ ആക്രമണം വീണ്ടും തുടരുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ്. അതിനിടയിൽ തന്നെ മുജ്തബ ഖമേനി IRGCയോട് കൂടുതൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ പറയുന്നുണ്ട്. സമാധാന കരാർ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഉടൻ ഒരു ആക്രമണം ശക്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, പിന്നോട്ടില്ലാതെ ഇറാൻ തന്റെ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആകെ മൊത്തത്തിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. യുദ്ധം അതിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അമേരിക്കയാണ് ഇന്ന് ലോകം കാണുന്നത്. എന്തായാലും അമേരിക്കയുടെ അഹങ്കാരത്തിന് മേൽ ഇറാന്റെ വലിയൊരു പ്രഹരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചർച്ചകൾക്കും ഉപരോധങ്ങൾക്കും അപ്പുറം വാക്കുകളേക്കാൾ വേഗത്തിൽ ഇറാന്റെ മറുപടി പായുകയാണ്. ആകാശത്ത് കരിപുരണ്ട പുകപടലങ്ങൾ ഉയരുമ്പോൾ അത് കേവലം ഒരു സ്ഫോടനമല്ല, അമേരിക്കൻ മണ്ണിൽ ഇറാൻ കുറിച്ച പുതിയൊരു അധികാര ചിഹ്നമാണ്. അതായത് ഇറാന്റെ ഓരോ നീക്കവും വളരെ കൃത്യമാണ്. ചാണക്യതന്ത്രങ്ങളെ വെല്ലുന്ന പ്ലാനിംഗ് ആണ്. സാങ്കേതിക വിദ്യയിൽ ലോകം വാഴ്ത്തുന്ന അമേരിക്ക പോലും ഇറാന്റെ ഈ ഒരു സർപ്രൈസിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഭയമില്ലാത്ത പോരാളികളുടെ നാട് ആധുനിക യുദ്ധതന്ത്രങ്ങളെ തകിടം മറിച്ചുകൊണ്ട് വീണ്ടും തെളിയിക്കുന്നുണ്ട് ഇത് ഇറാന്റെ കാലമാണ് എന്നുള്ളത്. എന്തായാലും അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ച് അവരുടെ തന്നെ കോട്ടയ്ക്കുള്ളിൽ തീ പടർത്താൻ ഇറാൻ ഒരു ചങ്കൂറ്റം കാണിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ മേൽ വന്നാൽ അതിന് ഇരട്ടി പ്രഹരം ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞ ഇറാന്റെ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അമേരിക്കയുടെ കോട്ടയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുകയാണ് ഇനി ആരെ തടയും എന്നുള്ളത്. കാരണം ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുകയാണ്. ഇത് തുടങ്ങി വെച്ചത് അമേരിക്ക ആണെങ്കിൽ പോലും ഇപ്പോൾ കളികൾ നടക്കുന്നതും കളികൾ തീരുമാനിക്കുന്നതും അത് എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം എന്ന് തീരുമാനിക്കുന്നത് ഉൾപ്പെടെ തീരുമാനിക്കുന്നതെല്ലാം ഇറാനാണ്. എന്തായാലും ഇറാന്റെ ഈ ഒരു തീരുമാനത്തിൽ പകച്ചു നിൽക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂട്ടിക്കൊണ്ടാണ് ഇറാന്റെ കരുത്തുറ്റ നീക്കം നടക്കുന്നത്. ആഗോള ശക്തിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ലൂസിയാനയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഇപ്പോൾ ഇറാൻ തൊടുത്തുവിട്ടിരിക്കുകയാണ്. അവിടെ പടർന്നു പിടിച്ച തീജ്വാലകൾ കേവലം ഒരു അപകടമല്ല എന്നതാണ് ഓർക്കേണ്ടത്, മറിച്ച് ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ അടയാളമാണോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. തങ്ങളുടെ കടൽ തീരത്ത് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രഹരമാണ്. അമേരിക്കയുടെ നെഞ്ചിലേക്കാണ് ഇറാൻ ഈ ഒരു പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഹോർമുസിലെ ഉപരോധങ്ങൾ കടുപ്പിക്കുന്നതോടൊപ്പം തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള പ്രസ്താവനകളും വെല്ലുവിളികളും നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇറാൻ മറുപടി അതേ നാണയത്തിൽ നൽകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ അമേരിക്കൻ നാവികപ്പടയെ വിറപ്പിച്ച ഇറാൻ ഇപ്പോൾ വാഷിംഗ്ടണിന്റെ കോട്ടയ്ക്കുള്ളിൽ തന്നെ വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്. ഒരു തുള്ളി എണ്ണ പുറത്തേക്ക് വിടില്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിലൂടെ സൂപ്പർ ടാങ്കറുകൾ കടത്തിവിട്ട് ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള റിഫൈനറിയിൽ നിന്ന് ഉയർന്ന ആ ഒരു കറുത്ത പുകയിൽ ഒളിഞ്ഞിരിക്കുന്നത് പരാജയപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ ചങ്കൂറ്റമാണ്. ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത നീക്കത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ അമേരിക്ക പകച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു നീക്കങ്ങളുമില്ല. ആകെ മൊത്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഇന്ന് ലോകം കാണുന്നത്. ഇത് ഇറാന്റെ കാലമാണെന്നാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ ഇറാൻ തന്നെ തെളിയിക്കുന്നത്. എന്തായാലും ശക്തി കൊണ്ടും തന്ത്രം കൊണ്ടും അവർ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനിയെ രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നാണ് രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നത് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് ഈ CNN റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും വളരെ ഗൗരവപരമായിട്ടാണ് ലോകം കണക്കാക്കുന്നത്. എന്തായാലും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇറാന്റെ പുതിയ സുപ്രീം കമാൻഡർ മുജ്തബ ഖമേനിയെ നടത്തുന്ന അദൃശ്യമായിട്ടുള്ള ഒരു പടയോട്ടമാണ് ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയെ വെട്ടിലാക്കിയിരിക്കുന്നത്. ലോകം മുഴുവൻ അദ്ദേഹത്തെ തിരയുമ്പോൾ എവിടെയോ ഇരുന്ന് അദ്ദേഹം യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കുകയാണ്. മുഖത്തിലും ശരീരത്തിലും പൊള്ളലേറ്റു എന്ന് ശത്രുക്കൾ പ്രചരിപ്പിക്കുമ്പോഴും തന്റെ തന്ത്രങ്ങൾക്ക് ഒട്ടും മൂർച്ച കുറഞ്ഞിട്ടില്ല എന്ന് മുജ്തബ തെളിയിക്കുന്നു. ഒരു ഇലക്ട്രോണിക് ഉപകരണവും സ്പർശിക്കാതെ വെറും ദൂതന്മാർ വഴി അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങളിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് പോലും അവിടെ സ്ഥാനങ്ങളില്ല. അത് വിറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം എവിടെ എന്നുള്ള ചോദ്യമാണ് പലതവണ
അമേരിക്ക ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുജ്തബ ഖമീനി എവിടെ? നിങ്ങളുടെ മുജ്തബ ഖമീനി മരിച്ചില്ലേ? അല്ലെങ്കിൽ പൊള്ളലേറ്റില്ലേ? അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയല്ലേ? വലിയ രീതിയിലുള്ള പ്രഹരം അദ്ദേഹത്തിന് ഏറ്റില്ലേ എന്ന ചോദ്യം പലതവണ അമേരിക്ക ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ യുദ്ധത്തിന്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ യുദ്ധത്തിന്റെ എല്ലാ തീരുമാനങ്ങളും നടത്തുന്നത് ഒരു വശത്ത് യാതൊരു തരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാതെ അതിൽ സ്പർശിക്കാതെ ദൂതന്മാർ വഴി അമേരിക്കയെ ഇല്ലാതാക്കുന്ന, അമേരിക്കയുടെ തന്ത്രങ്ങളെ ഏത് നിമിഷവും നീക്കുന്ന രീതിയിലേക്കുള്ള പ്ലാനുകൾ ചെയ്യുന്നത് ഈ പറയുന്ന മുജ്തബ ഖമീനിയാണ്. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട്, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മുജ്തബ ഖമീനി തന്റെ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും നടത്തുമ്പോൾ അവിടെ അമേരിക്കയുടെ അടികൾ പതറുകയാണ്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ CIA പോലും ബുദ്ധിമുട്ടുകയാണ്. അവർക്കറിയില്ല എവിടെയാണെന്ന്. ശത്രുക്കളുടെ എല്ലാ ചാരക്കണ്ണുകളെയും വെട്ടിച്ച് അതീവ രഹസ്യമായിട്ട് അദ്ദേഹം മെനയുന്ന ഓരോ നീക്കവും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഏൽപ്പിക്കുന്നത് കനത്ത പ്രഹരമാണ്. ഇത് ഇറാന്റെ കരുത്താണ്. നേതാവ് നേരിട്ട് മുന്നിൽ വന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ നിഴൽ പോലും ശത്രു രാജ്യങ്ങളിൽ ഭീതി പടർത്തുന്നുണ്ട്. ഇറാൻ പതറുന്നില്ല, പകരം കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയായിട്ടുള്ള CIA പോലും ഇരുട്ടിൽ തപ്പുകയാണ് ഇദ്ദേഹം എവിടെയാണ് എന്നറിയാൻ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വാഷിംഗ്ടൺ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വശത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ അണിനിരക്കുമ്പോൾ മറുവശത്ത് അദൃശ്യനായിട്ട് ഇരുന്ന മുജ്തബ ഖമീനി തന്റെ കരുനീക്കങ്ങൾ നടത്തുകയാണ്. ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിൽ മുജ്തബ ഖമീനിക്ക് ഗുരുതരമായിട്ട് പൊള്ളലേറ്റു എന്ന് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമാണ് എന്ന പോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത്. മുഖത്തും ശരീരത്തും ഏറ്റ പരുക്കുകൾ പോലും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് യുദ്ധത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അമേരിക്കയുടെ സൈബർ നിരീക്ഷണങ്ങളെ പേടിച്ച് അദ്ദേഹം മൊബൈലിലോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നത് മാത്രമല്ല, വെറും ദൂതന്മാർ വഴി കൈമാറുന്ന കുറിപ്പുകളിലൂടെയാണ് അദ്ദേഹം ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നത്. ഹൈടെക് നിരീക്ഷണങ്ങൾ കൊണ്ട് ലോകം പിടിക്കാനിറങ്ങിയ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് അമേരിക്ക വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി ലൂസിയാനയിലെ ചാൽമെറ്റ് റിഫൈനറിലുണ്ടായ വൻ സ്ഫോടനം കേവലം ഒരു അപകടമായി കാണാൻ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ തയ്യാറല്ല. അമേരിക്കയുടെ നട്ടലൊടിക്കാൻ ഇറാൻ മെനയുന്ന വലിയൊരു നയതന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് പലരും വിശ്വസിക്കുന്നു. അമേരിക്കൻ മണ്ണിൽ തന്നെ ഭീതിയുടെ കരിനിഴൽ വീഴ്ത്താൻ ഇറാന് കഴിഞ്ഞു. മുജ്തബ ഖമീനിയെ അവശനാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് പ്രചരിപ്പിക്കുമ്പോൾ ഇറാൻ അത് ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും രാജ്യത്തെ നയിക്കാൻ സജ്ജനാണെന്നും ഇറാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ മാനസിക വീര്യം തകർക്കാൻ ഇറാൻ നടത്തുന്ന കൗണ്ടർ അറ്റാക്ക് ആണിത്. എന്തായാലും അയത്തുള്ള അലി ഖമീനിയുടെ വിയോഗത്തിന് ശേഷം മാർച്ച് 8 അധികാരമേറ്റ മുജ്തബ തന്റെ അച്ഛനേക്കാൾ കണിശക്കാരനായിട്ടുള്ള ഭരണാധികാരിയാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ കരുതി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇറാൻ ജനതയ്ക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കടലിലെ രാജാവ് താൻ തന്നെയാണെന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മുന്നിലൂടെ ഇറാന്റെ ഓയിൽ ടാങ്കറുകൾ നിർഭയം സഞ്ചരിക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ നാവികപ്പടയെ നേരിടാനിറങ്ങിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വന്തം തീരത്തെ സുരക്ഷാ കാര്യങ്ങളിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അത്യാധുനികമായിട്ടുള്ള ഒരു ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്നാണ് മുജ്തബ ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഏറ്റവും വലിയ മിസൈലുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഈ ഒരു ബങ്കറിലിരുന്ന് അദ്ദേഹം ലോകത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. ഇത് ഇറാന്റെ അതിജീവനത്തിന്റെ കഥയാണ്. മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ കരുത്തും നമുക്കിവിടെ കാണാം. റഷ്യയും ചൈനയും പോലും ഇറാന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചുവരവിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഒരേ സമയം പ്രതിരോധത്തിലും ആക്രമണത്തിലും ഇറാൻ കാണിക്കുന്ന ഈ ഒരു മെയ് വഴക്കം ലോകരാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ ഏകാധിപത്യത്തിന് ഇതൊരു വലിയ താക്കീതാണ്. ഇത് അവസാനമല്ല, മറിച്ച് ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. മുജ്തബ ഖമീനി എന്ന പേര് കേൾക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം വിറയ്ക്കുന്നത് വെറുതെ അല്ല. സ്വന്തം മണ്ണിൽ വീണ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞു. ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇറാന്റെ സമാനതകളില്ലാത്ത വിജയഗാഥയ്ക്കായിരിക്കും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ മുജ്തബ ഖമീനി ഒരു വശത്തിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് അമേരിക്കയെ അങ്ങേയറ്റം അടിത്തട്ടിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
ചെയ്യുന്നത് എങ്കിൽ അമേരിക്ക തപ്പുകയാണ് മുജ്തബ കമീനി എവിടെയാണെന്ന്. ഇനിയിപ്പോൾ ഈ പറയുന്ന ലൂയിസ് റിഫൈനറിയിൽ ഉണ്ടായ സ്ഫോടനം എന്ന് പറയുന്നത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തളർത്തിയിരിക്കുകയാണ്. കാരണം അങ്ങേയറ്റം പീക്ക് ലെവലിലേക്കാണ് ഇറാന്റെ യുദ്ധം എത്തിയിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ഇത്രത്തോളം യുദ്ധം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മാത്രമല്ല ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇറാന്റെ നീക്കങ്ങൾ, ഇറാന്റെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്, അവരുടെ പ്ലാനുകൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്, അവരുടെ ഈ പറയുന്ന ആക്രമണങ്ങളും അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. ഒരിടത്ത് ഇറാൻ പറയും നിങ്ങളുടെ എയർബേസുകൾ ഞങ്ങൾ തരിപ്പണമാക്കുമെന്ന് പറയുമ്പോൾ എയർബേസിലേക്ക് ഒറ്റുനോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ എയർബേസിലെ സുരക്ഷ ഒരുക്കുന്ന അമേരിക്കയ്ക്ക് പിന്നീട് കിട്ടുന്ന പ്രഹരം എന്ന് പറയുന്നത് എയർബേസിലായിരിക്കത്തില്ല, പകരം അത് ഹോർമുസിലായിരിക്കും അല്ലെങ്കിൽ ഇത്തരം റിഫൈനറികളിലായിരിക്കും. എന്തായാലും ഇങ്ങനെ അമേരിക്കയെ എങ്ങനെയെങ്കിലും തീർക്കാൻ അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്ന ഈ കാര്യത്തോട് അവർ നീതിയോടുകൂടി നിന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു ഈ ഒരു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ വരുന്ന ഏതൊരു നീക്കത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭസ്മമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇറാന്റെ തീരുമാനത്തിൽ പിന്നോട്ടില്ല. ഇറാനും IRGCയും അതുപോലെ തന്നെ അവർക്ക് എല്ലാ സമയത്തും വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും വളരെ രീതിയിൽ തന്നെ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി ഈ പറയുന്ന മുജ്തബ കമീനി നൽകുമ്പോൾ ആ മുജ്തബ കമീനി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് വാഷിംഗ്ടണിനോ അവരുടെ ചാര കണ്ണുകൾക്കോ സാധിക്കുന്നില്ല. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക സകലതും കൊണ്ട് നശിച്ചിരിക്കുകയാണ്.